ആകാശവാണി നിയമസഭ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി 15ാം നിയമസഭയുടെ 13ാം സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചു. ബജറ്റ് അവതരണത്തിനായി 17ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച സമ്മേളനമാണ് വ്യാഴാഴ്ച അവസാനിച്ചത്. വിവാദ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലിയ പ്രതിഷേധങ്ങളൊന്നും കൂടാതെയാണ് ഈ സഭാ സമ്മേളനത്തിലെ ബജറ്റ് സെഷന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ചരമോപചാരം അർപ്പിച്ച് പിരിഞ്ഞതിനാൽ തിങ്കളാഴ്ച സഭയിൽ മറ്റു നടപടികളുണ്ടായില്ല. ചൊവ്വാഴ്ച ആരംഭിച്ച നന്ദിപ്രമേയ ചർച്ചയിൽ ഭരണപ്രതിപക്ഷത്തു നിന്നായി 40 പേരാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ മറുപടിയോടെയാണ് നന്ദിപ്രമേയ ചർച്ചകൾ അവസാനിപ്പിച്ചത്. ആദ്യ ദിനം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അടിയന്തര പ്രമേയ വിഷയമായി പ്രതിപക്ഷം തെരഞ്ഞെടുത്തത്. രണ്ടാം ദിനം സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചത് സംബന്ധിച്ചും മൂന്നാം ദിനം മനുഷ്യ വന്യജീവി സംഘർഷവും അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിലെത്തി. തിങ്കളാഴ്ച സ്പീക്കർ AN ഷംസീർ അവതരിപ്പിച്ച ചരമോപചാര പ്രമേയത്തിനൊടുവിൽ സാമാജികർ എഴുന്നേറ്റ് നിന്ന് മൌനമാചരിച്ചാണ് മുൻ പ്രധാനമന്ത്രിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച ധനകാര്യമന്ത്രി എന്ന നിലയിലാകും മൻമോഹൻ സിംഗിനെ കാലം അടയാളപ്പെടുത്തുകയെന്നും സ്പീക്കർ പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ UPA സർക്കാരിന്റെയും ചില നയങ്ങളിൽ ഇടതുമുന്നണിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് മൻമോഹൻ സിംഗ് എടുത്ത നിലപാടുകൾ പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്ത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, CPI കക്ഷി നേതാവ് ചന്ദ്രശേഖരൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ, മോൻസ് ജോസഫ്, മാത്യു T തോമസ്, അനൂപ് ജേക്കബ്, തോമസ് K തോമസ്, മന്ത്രിമാരായ KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KP മോഹനൻ, ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ, മാണി C കാപ്പൻ തുടങ്ങിയവരും മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. രണ്ടാം ദിനം പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനെ തുടർന്നുണ്ടായ വാക്കൌട്ട് ഒഴിച്ചാൽ സഭ ശാന്തമായി നടക്കുമെന്ന് കരുതിയെങ്കിലും തുടർന്ന് ധനമന്ത്രി CAG റിപ്പോർട്ട് സഭയിൽ വെച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയ്ക്കും ചൊവ്വാഴ്ച തുടക്കമായി. ചർച്ചയിൽ അലയടിച്ചത് കൂടുതലും CAG പരാമർശങ്ങളായിരുന്നു. ഇതിനെതിരെ ഭരണപക്ഷം ശക്തമായ പ്രതിരോധം നടത്തിയതും ശ്രദ്ധേയമായി. കോവിഡ് കാലത്ത് സംസ്ഥാന ആരോഗ്യവകുപ്പിനുണ്ടായ അധിക സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് CAGയുടെ പരാമർശങ്ങൾ തുടർന്നുള്ള 2 ദിവസങ്ങളിലും സഭയിൽ ഉന്നയിക്കപ്പെട്ടു. PPE കിറ്റ് ഇടപാടിൽ മാത്രം 10.23 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായെന്നാണ് റിപ്പോർട്ടിലെ CAG കണ്ടെത്തൽ. കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടും അത് സർക്കാർ സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആർദ്രം മിഷന്റെ പ്രവർത്തനത്തെക്കുറിച്ചും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 886 PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കാൻ മിഷന് 139.5 കോടി രൂപയാണ് അനുവദിച്ചത്. എന്നാൽ 543 എണ്ണം മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. K മുഹമ്മദുണ്ണി ഹാജി, MT പത്മ എന്നീ മുൻ സാമാജികർക്കും മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർക്കും ചൊവ്വാഴ്ച നിയമസഭ ചരമോപചാരം അർപ്പിച്ചു. 7 പതിറ്റാണ്ടോളം മലയാള സാഹിത്യത്തിൽ നിർണായക ശക്തിയായി നിറഞ്ഞുനിന്ന പ്രതിഭയായിരുന്നു MT എന്ന് സ്പീക്കർ പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാനത്തിന്റെ അധികാരം ഇല്ലാതാക്കുന്ന UGCയുടെ കരട് മാർഗനിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയവും ചൊവ്വാഴ്ച കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കി. സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും പരിഗണിച്ച് കരട് UGC മാനദണ്ഡങ്ങൾ പിൻവലിക്കുകയും വിശദമായ ചർച്ചകൾ നടത്തി മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സഭ പാസാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാനും ഈ മേഖലയിൽ മതവർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിടിയിലൊതുക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായി മാത്രമേ കരട് UGC മാനദണ്ഡങ്ങളെ കാണാൻ കഴിയൂ എന്ന ഗവൺമെന്റ് പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് UA ലത്തീഫ്, N ഷംസുദ്ദീൻ, TV ഇബ്രാഹിം, P ഉബൈദുള്ള, T സിദ്ദിഖ് എന്നിവർ പ്രമേയത്തിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചു. കൂത്താട്ടുകുളത്ത് വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവമാണ് രണ്ടാം ദിനം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിലെത്തിയത്. നോട്ടീസിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായാണ് പ്രതിപക്ഷം വിഷയം സഭയിലെത്തിച്ചത്.
25 വർഷത്തിലധികമായി പ്രദേശത്തെ CPIM നേതാവായി പ്രവർത്തിച്ചു വരുന്ന കലാരാജുവിനെ നഗരസഭാ ഓഫീസിന് മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച നേതാക്കൾക്കെതിരെയും ഇതിനു കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ട്രഷറി ബെഞ്ചിൽ നിന്ന് ശ്രമമുണ്ടായത് ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തിനും ഇടയാക്കി. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനിടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പ്രസ്താവനകളും ശ്രദ്ധേയമായി. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായതോടെ ഏറെ പണിപ്പെട്ടാണ് സ്പീക്കർ രംഗം ശാന്തമാക്കിയത്. വനിതാ നേതാവിന്റേത് രാഷ്ട്രീയ കാലുമാറ്റമായിരുന്നെന്നും അത് UDF പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലമാകുന്ന സർക്കാർ ഇത്തരമൊരു സംഭവത്തെ ന്യായീകരിക്കുന്നത് ശരിയല്ലെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. പട്ടാപ്പകൽ സ്ത്രീയെ അപമാനിച്ച സംഭവത്തിനെയാണ് മുഖ്യമന്ത്രി കാലുമാറ്റമായി ലഘൂകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ മൂന്നാം ദിനം സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. അംഗങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കൽ, ഉപക്ഷേപങ്ങൾ തുടങ്ങിയവ ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. മുൻ തീരുമാനപ്രകാരം ബുധനാഴ്ച ചോദ്യോത്തരവേള ഒഴിവാക്കിയിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള രണ്ടാം ദിവസ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങളാണ് സംസാരിച്ചത്. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച നടത്തിയ പണിമുടക്കായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് ആധാരം. ധനമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം പതിവ് ഇറങ്ങിപ്പോക്ക് നടത്തുകയുമായിരുന്നു. കേരളത്തിൽ ശമ്പള പരിഷ്കരണം കാലോചിതമായി നടപ്പാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ പോലും സർക്കാരിനെതിരെ തിരിഞ്ഞുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടിയ കോൺഗ്രസ് അംഗം PC വിഷ്ണുനാഥ് ആരോപിച്ചു. യഥാർത്ഥ വിഷയം മറച്ചുവെച്ചാണ് ധനമന്ത്രി സംസാരിച്ചതെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ചട്ടപ്രകാരം ആരോപണമുന്നയിക്കാൻ നോട്ടീസ് നൽകിയതനുസരിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം സഭയെ പ്രക്ഷുബ്ധമാക്കി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിയമസഭാ പുസ്തകോത്സവത്തിന്റെ തിരക്കുകളെ തുടർന്ന് 3 ദിവസം മാറ്റിവെച്ചിരുന്ന ചോദ്യോത്തര വേളയോടെയാണ് 4ാം ദിനം സഭ ആരംഭിച്ചത്. തുടർന്ന് നിലമ്പൂരിലെ വനം വന്യജീവി സംഘർഷം സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടി പ്രതിപക്ഷാംഗം മാത്യു കുഴൽനാടൻ നോട്ടീസ് നൽകിയെങ്കിലും വനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി ആക്രമണം കുറഞ്ഞുവരികയാണെന്നും സർക്കാർ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വനമന്ത്രി മറുപടി നൽകി. സർക്കാർ നിലപാടിൽ മലയോരങ്ങളിലെ ജനങ്ങൾ അതൃപ്തിയിലാണെന്നും മേഖലകളിൽ നിന്ന് വന്യജീവി ആക്രമണം ഭയന്ന് ജനങ്ങൾ കുടിയിറങ്ങുകയാണെന്നും നോട്ടീസ് അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ പറഞ്ഞു. വന്യമൃഗ ആക്രമണം തടഞ്ഞ് ജനങ്ങളെ രക്ഷിക്കാൻ കിട്ടിയ പണം പോലും വനംവകുപ്പ് ചെലവാക്കുന്നില്ലെന്നും വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയ വിഷയത്തിൽ നിന്ന് മാറി സംസാരിച്ച മാത്യു കുഴൽനാടനും സ്പീക്കർ AN ഷംസീറും തമ്മിൽ രൂക്ഷമായ തർക്കവുമുണ്ടായി. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ വിഷയം അവതരിപ്പിക്കുന്നതിനിടെ വനനിയമ ഭേദഗതി ഉന്നയിച്ചപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത്. അതേസമയം പ്രതിപക്ഷം ഉന്നയിച്ച പാലക്കാട് ബ്രൂവറി അഴിമതി ആരോപണം തള്ളിയും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിയ മുഖ്യമന്ത്രി വ്യാജ പ്രചാരണങ്ങൾക്ക് അധികം ആയുസുണ്ടാകില്ലെന്നും ഇടതുമുന്നണി ഇടപെടുന്നത് സത്യസന്ധമായി മാത്രമാണെന്നും അവകാശപ്പെട്ടു. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളം വ്യവസായ നിക്ഷേപ സൌഹൃദമല്ലെന്ന ആക്ഷേപം മാറിയെന്നും ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പിരിഞ്ഞ സഭ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ഫെബ്രുവരി 7-ന് വീണ്ടും ചേരും. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യ അവലോകനം.